എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോടെ ഒരു ഇന്റർവ്യൂ ആയിരിക്കും കാണിക്കുക. ഇന്റർവ്യൂവില് നറൂട്ടോ പറയും, ആ ഒരു കള്ള ഗ്യാങ് അവരെ ഞങ്ങള് ഈ ഗ്രാമം വിട്ട് ഓടിച്ചു. അവരിൽ ചിലര് ഇപ്പൊ ലീഫ് വില്ലേജിന്റെ സെല്ലിലുണ്ട്. ലീഫ് വില്ലേജിലെ ഷിനോബികളും സ്റ്റുഡൻസും എല്ലാവരും ചേർന്നാണ് അവരെ പിടിച്ചത്. ഇതിൽ സ്റ്റുഡൻസിനോടുള്ള നന്ദി അത് പ്രത്യേകം പറയണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവാബയാണെങ്കിൽ ആ ന്യൂസ് ഒക്കെ കണ്ട് വളരെ സാഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവന് മാത്രം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴായിരിക്കും നറൂട്ടോ ആൾ ഇന്റർവ്യൂവിൽ പറയാ, ലീഫ് വില്ലേജില് ജൂനിയർ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സ്റ്റുഡൻസ് എല്ലാവരും എക്സാം എഴുതാനായിട്ട് തയ്യാറാവണം. അത് കേട്ട് ഇവാബെ അവൻ ഷോക്കാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹൊക്കാക്കയുടെ മാൻഷൻ കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ ഷിക്കമരുവിനോട് ചോദിക്കും, നിന്റെ മകൻ ഷിക്കഡ അവനിപ്പോ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ ചേഞ്ചസിന്റെ കാരണം അത് നീയാണോ ഷിക്കമരു? അതിന് ഷിക്കമരു പറയും, എനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല. സത്യത്തില് ഞാൻ എല്ലാ കാര്യങ്ങളും അവന്റെ ഇഷ്ടത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സോ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ് മാത്രമാണ്. പക്ഷെ ഒരു കാര്യം ഞാനും ശ്രദ്ധിച്ചു, അവന്റെ ഉള്ളില് ഇപ്പൊ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ട്. ഒരുപാട് ബുക്സ് ഒക്കെ പഠിച്ച് അവൻ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ടാക്കാനായി ശ്രമിക്കുകയാണ്. ഉടനെ ബറൂട്ടോ അവൻ എന്തായാലും അവന്റെ അച്ഛനെ പോലെയല്ല, തലയില് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഷിക്കമരുവെ കളിയാക്കും. അതിന് ഷിക്കമരു ചിരിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ജൂനിയർ എക്സാമിനെ കുറിച്ചാണ്. അതിന് നറൂട്ടോ ഇപ്പൊ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ഷീറ്റ് ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും ബൊറൂട്ടോയുടെ ചിത്രം കാണുക. ബൊറൂട്ടോ ടീമിനെ നമ്മൾ ഓൾറെഡി സസ്പെൻഡ് ചെയ്തതല്ലേ. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ജൂനിയർ എക്സാമിൽ അവരെ മാത്രം മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ആരോ ഒരാൾ ഡോർ തുറന്ന് അകത്തേക്ക് വരും. മറ്റാരുമല്ല, സാക്ഷാൽ വൂഡൻ. നറൂട്ടോ പറയും, നിന്റെ ടീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ? അതിന് വൂഡൻ അവൻ തല താഴ്ത്തി അതെ. നറൂട്ടോ പറയും, കുഴപ്പമില്ല, വലിച്ച് അവർക്ക് ഞാൻ ഇപ്പൊ ഒരു മിഷൻ കൊടുക്കാൻ പോവാണ്. അത് കേട്ട് വൂഡൻ അവൻ ഷോക്കാവും. അടുത്ത സീനിൽ ഇവാബെ അവനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജൂനിയർ എക്സാമിൽ പങ്കെടുക്കണം. മെറ്റല്ലി, ഡെങ്കി, നിങ്ങൾ രണ്ടുപേരും എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. സസ്പെൻഷൻ അത് ഒഴിവാക്കി തരാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ഉടനെ ഡെങ്കിയും മെറ്റല്ലിയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ മാക്സിമം നിന്നെ സപ്പോർട്ട് ചെയ്യാം. കട്ട് ചെയ്താ ഇവിടെ ബറൂട്ടോ ടീമിന് ഇപ്പോൾ ഒരു ഡെലിവറി മിഷൻ കൊടുക്കുകയാണ്. ബറൂട്ടോ പറയും, ഇതൊക്കെ സിമ്പിൾ അല്ലേ, അടച്ച് തുറക്കുമ്പോഴേക്കും ഇത് മുഴുവൻ ഞാൻ ഡെലിവറി എന്ന് പറഞ്ഞ് അവൻ ചാടി നിൽക്കും. ഉടനെ മീറ്റ്സിക പറയും, ബൊറൂട്ടോ നീ പറയും പോലെ ഇതത്ര എളുപ്പമുള്ള ഗെയിമൊന്നും അല്ല, ഇതത്ര എളുപ്പമുള്ള മിഷനൊന്നും അല്ല. അതിന് ബൊറൂട്ടോ പറയും, ആ കള്ളക്കൂട്ടങ്ങളെ അടിച്ചോടിച്ചവരാണ് നമ്മള്. സോ ഇതല്ല, ഇതിലും ഡിഫിക്കൽട്ടായ മറ്റെന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. ഉടനെ എല്ലാവരും ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും വൂഡനും ടീമും അവിടേക്ക് വരിക. വൂഡൻ കൊനാമാരോനോട് പറയും, ഞങ്ങളുടെ സസ്പെൻഷൻ അത് പിൻവലിച്ചു, ഞങ്ങൾക്കും ഇന്ന് പുതിയൊരു മിഷൻ കിട്ടാൻ പോവാണ്. അപ്പൊ ഇവാബയാണെങ്കിൽ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് പറയും, ഐ എം സോറി, ഞങ്ങളന്ന് കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തു. എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് അവൻ ബൊറൂട്ടോട് സോറി ചോദിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അവർക്കുള്ള മിഷൻ അതാ ലേഡി അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് വർഷങ്ങൾ പോകെ നിഞ്ച അക്കാദമിയിലേക്കുള്ള അഡ്മിഷൻസ് കുറഞ്ഞു വരാണ്. ജനങ്ങളെയും കുട്ടികളെയും നിഞ്ച അക്കാദമിയെ കുറിച്ച് ബോധവൽക്കരിക്കാനും കൂടുതൽ ആൾക്കാരെ ഷിനോബികളാക്കി വളർത്തിയെടുക്കാനും ഇതിനൊക്കെ സഹായകമാകുന്ന ഒരു ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ലേഡി ഇപ്പോ ഇവാബെ ആൻഡ് ടീമിനോട് പറയാ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഇപ്പൊ ഷോക്കാവും. എന്ത് ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യാനോ? ആക്ച്വലി എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഉടനെ കൊനഹമാരു ആണെങ്കിൽ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. ഡെങ്കി ആണെങ്കിൽ ഈ മിഷൻ കേട്ട് ഡബിൾ ഷോക്കാവും. ഇതുപോലൊരു മിഷനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്കിതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അതിന് വൂഡൻ പറയും, ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഇപ്പോഴാണ് സസ്പെൻഷനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഉള്ള എല്ലാ ടീമിൽ വെച്ചും ഏറ്റവും ബെസ്റ്റ് ടീമാണ് നിങ്ങളെന്ന് കാണിക്കാനുള്ള കറക്റ്റ് ടൈമാണിത്. നന്നായിട്ട് ആലോചിച്ച് നല്ലൊരു കണ്ടന്റ് കണ്ടെത്തി അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കണം. കട്ട് ചെയ്ത അടുത്ത സീനിൽ അവരിപ്പോൾ ഉഷാറായിട്ട് ഡോക്യുമെന്ററി പിടിക്കുകയാണ്. മെറ്റല്ലി ആണെങ്കിൽ ചെറിയ കാര്യത്തിൽ തന്നെ നെർവസ് ആവാൻ തുടങ്ങും. ഉടനെ ഡയറക്ടർ പറയും, ഉടനെ ഡയറക്ടർ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല, ഇതുപോലുള്ള സില്ലി കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ഡോക്യുമെന്ററി അത് വളരെ കൂളായിരിക്കണം. നിങ്ങൾ വളരെ ഹാപ്പിയാണ്, അക്കാദമിയിൽ വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിങ്ങനെ മറ്റുള്ളവർക്ക് തോന്നണം. ഇത് മാത്രമേ നിങ്ങളുടെ ഉദ്ദേശം അത് ഈ ഡോക്യുമെന്ററിയിലൂടെ കൺവേ ചെയ്യാൻ പറ്റൂ. അവർ വീണ്ടും ഒരുപാട് തവണ ട്രൈ ചെയ്യുമെങ്കിലും ആ ഡയറക്ടർക്ക് അവരുടെ പെർഫോമൻസ് ഇഷ്ടാവില്ല. ആൾ ടെൻഷനായി ഇപ്പൊ വൂഡനോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, തീർച്ചയായിട്ടും ഇവരെല്ലാവരും
വളരെ യൂസ്ലെസ് ആണ്. ഇവർക്ക് പകരം മറ്റാരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ വെച്ച് ട്രൈ ചെയ്യാം. അതിന് വൂഡൻ പറയും, ഇവരെയാണ് ഈ ഒരു മിഷന് വേണ്ടി ഹൊക്കാഗെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ഇവര് തന്നെ ഇത് ചെയ്യണം. പിന്നെ വേറെ വഴിയില്ലാതെ ഡയറക്ടർ വീണ്ടും അവരെ വെച്ച് ഇപ്പൊ ഷൂട്ടിംഗ് ആരംഭിക്കും. വീണ്ടും വീണ്ടും ഓരോ സൈറ്റിലേക്കും ഓരോ ഭാഗത്തേക്കും മാറ്റി കൊണ്ടുപോയി അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു യൂസും ഉണ്ടാവില്ല. ഇവാബയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ഇപ്പൊ മഡ്വാൾ ജിപ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവൻ ആ ഡയറക്ടറിനെ ഇപ്പൊ ഞെട്ടിക്കും. വാവ്, അട്ടിപ്പൊളി. ഇത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം എക്സ്പെക്ട് ചെയ്തത്. അടുത്തതായിട്ട് മെറ്റല്ലി അവനാണെങ്കിൽ ഇപ്പൊ ഷുരീങ്ങനൊക്കെ എടുത്ത് വലിച്ചെറിയും. എങ്കിയാണെങ്കിൽ അവൻ അവന്റെ പവറൊക്കെ കാണിച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. ഉടനെ അവരുടെ അഭ്യാസവും പ്രകടനമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളും ഗ്ലാസുകളൊക്കെ തകർന്ന് കിടക്കുകയാണ്. ഡയറക്ടർ സിമ്പിളായിട്ട് പറയും, ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡോക്യുമെന്ററി അത് അടിപൊളിയാവണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കണം. ഇത് കാണുമ്പോഴായിരിക്കും സ്റ്റുഡൻസിനും അവരുടെ പാരന്റ്സിനും ഒക്കെ നമ്മുടെ അക്കാദമിയിലേക്ക് വരാനുള്ള ഇഷ്ടം അത് കൂടി വരിക. വൂഡനാണെങ്കിൽ അത് കേട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. അവൻ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഉടനെ വൂഡൻ പറയും, ഇനിയും ഈ ഒരു മിഷൻ തുടർന്നുകൊണ്ട് പോവാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങളുടെ മിഷൻ അത് മറ്റുള്ളവരുടെ സാധനങ്ങളെയോ മറ്റുള്ളവരെയോ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ളതല്ല. സോ ഈ മിഷൻ അത് ഞങ്ങൾ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ്. പിന്നെ ഡയറക്ടർ പറയും, ഇതുപോലുള്ള മണ്ടന്മാരെ വെച്ച് എനിക്കിത് ചെയ്യാനാവില്ല. ഞാൻ ഇതിലും പവറും കഴിവും ഒക്കെയുള്ള ഷിനോബികളെ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിലും സസ്പെൻഡിൽ കിടക്കുന്ന ഇതുപോലുള്ള ലോക്കൽ സ്റ്റുഡൻസിന് ഇത് ചെയ്യാനൊന്നും പറ്റില്ല. അത് കേട്ട് ഇവാബയ്ക്ക് അവൻ ഒരുപാട് വിഷമാവും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഇവാബെ അവനാണെങ്കിൽ അവന്റെ ദേഷ്യം സഹിക്കാൻ കഴിയില്ല. അവന്റെ തലയിൽ കെട്ടിയ ആ ഒരു ഹെഡ് ബാൻഡ് വലിച്ചു പറിച്ചെടുത്ത് അങ്ങനെ ദൂരേക്ക് കളയാൻ ഒരുങ്ങുമ്പോഴായിരിക്കും സാക്ഷാൽ മെറ്റല്ലി അവനങ്ങനെ ചാടി വന്ന് ഇപ്പൊ ഇവാബയെ ചവിട്ടി തെറിപ്പിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഹെഡ് ബാൻഡ് അത് വലിച്ചെറിയാൻ ശ്രമിക്കും. അതിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ലേ? അടുത്ത നിമിഷം ഇവാബയും മെറ്റല്ലിയും അവർ രണ്ടുപേരും ചേർന്ന് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ് കണ്ട് വൂഡൻ അവർ രണ്ടുപേരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവരെ പിടിച്ചു മാറ്റി, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇപ്പോഴല്ലേ നിങ്ങളുടെ സസ്പെൻഷൻ അത് പിൻവലിച്ചേ, എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്യാണോ? ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ചെറുപ്പത്തില് ഞാൻ നിങ്ങളെ കഴിഞ്ഞും വലിയ കുസൃതിയായിരുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ വൂഡന്റെ ചൈൽഡ്ഹുഡ് കാണിക്കും. ടീംമേറ്റ്സ് കൊനാമാരും മോഹയുമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 3 പേരുമായിരുന്നു അക്കാദമിക് ഇയറിൽ തന്നെ ഏറ്റവും തലതെറിച്ച പിള്ളേര്. ഞാൻ ഒരുപാട് തവണ ജൂനിയർ എക്സാമിൽ ഫെയിൽ ആയതാണ്. അതിനുശേഷം പിന്നീട് പോകെ എൻ്റെ ലൈഫ് അതാകെ മാറി മറിഞ്ഞു. ലൈഫിൽ സീരിയസ്നെസ് വന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കേൾക്കാനൊക്കെ തുടങ്ങി. ഞാൻ ഈ നിലയിലെത്തി. നിങ്ങളുടെ മുൻപിലും ഒരുപാട് സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ ഇവാബയ്ക്കാണെങ്കിൽ അവന്റെ മനസ്സിൽ മാത്രം ഇപ്പോഴും എന്തൊക്കെയോ ചില ചോദ്യങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത അന്ന് നൈറ്റ് ആ ഡയറക്ടർ ആളാണെങ്കിൽ ഡോക്യുമെന്ററിയുടെ ഫൈനൽ സീന് അത് ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ മുഴുവൻ പേപ്പർ ബോംബൊക്കെ സെറ്റ് ചെയ്ത് ക്യാമറ ഒക്കെ വെച്ച് ഷോട്ട് എടുക്കാൻ തയ്യാറായി നിൽക്കും. അടുത്ത സെക്കൻഡ് അവർ ആ ബോംബ് മുഴുവൻ പൊട്ടിക്കും. പക്ഷെ അവർ വിചാരിച്ച രീതിയിൽ അവിടെ തീ കത്തി പടരില്ല. ഡയറക്ടർ പറയും, കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ അകത്തേക്ക് പോയി വീണ്ടും ബോംബ് സെറ്റ് ചെയ്യാം. അങ്ങനെ അവരകത്തേക്ക് വന്ന് വീണ്ടും ബോംബ് സെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ആ ഒരു ബിൽഡിങ് അതങ്ങനെ ക്രാക്കായി താഴേക്ക് വീഴാൻ തുടങ്ങുക. കറക്റ്റ് ടൈമില് വൂഡനും സ്റ്റുഡൻസും അതുവഴി കടന്നു പോവും. കാഴ്ച കണ്ട മെറ്റല്ലി അവനങ്ങനെ ചാടി വന്ന് ബിൽഡിങ്ങിന്റെ വലിയ വലിയ പാർട്ടിക്കിൾസ് അത് ചവിട്ടി തെറിപ്പിച്ചു കളയും. ഇവിടെ ഡെങ്കി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന CCTV അത് അവന്റെ കൺട്രോളിൽ കൊണ്ടുവരും. അതിനുശേഷം ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്താണെന്ന് മനസ്സിലാക്കും. ഡെങ്കി പറയും, ഇത് ഏതാനും നിമിഷങ്ങൾക്കകം ഇടിഞ്ഞു വീഴും. അതിനു മുമ്പ് അടുത്തുള്ളവരെയും ബിൽഡിങ്ങിലുള്ളവരെയും ഇവിടുന്ന് മാറ്റണം. അവരത് പറയുമ്പോൾ തന്നെ ഇപ്പൊ ആ ബിൽഡിങ് അത് പതിയെ താഴേക്ക് വീഴാണ്. ബോർഡൻ നിലവിളിച്ച് പറയും, ഇവാബെ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ളവരെ രക്ഷിക്കണം. നിന്റെ പവർ അതെന്താണെന്ന് കാണിക്കാൻ ടൈമായി. ഇവാബെ ആണെങ്കിൽ വലിയ വലിയ ഹാമറൊക്കെ ഉപയോഗിച്ച് ആ ബിൽഡിംഗ് പാർട്ടിക്കിൾസ് അതങ്ങനെ തകർത്തെറിയും. കണ്ട് വൂഡൻ ഇപ്പൊ മൂക്കിൽ നിന്ന് ഒരു പ്രത്യേക ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ബിൽഡിങ്ങിനെ താങ്ങി നിർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ പ്രശ്നം സോൾവ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് വരും. വൂഡൻ ഇപ്പോ അവരോട് 3 പേരോടും പറയും, ആക്ച്വലി ലോർഡ് ഹൊക്കാഗെ എന്തിനാണ് നിങ്ങളെ 3 പേരെയും ഈ ഒരു മിഷനെ ചൂസ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് അത്രയും പവറും കഴിവും ഉണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചൂസ് ചെയ്തത്. വീണ്ടും ആ ഡയറക്ടർ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. ഡയറക്ടർ പറയും, ഐ എം സോറി, ഞങ്ങളുടെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട്. വൂഡൻ മാസ്റ്റർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ സ്റ്റുഡൻസിനെ ഉപയോഗിച്ച് തന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാർ തന്നെ
ആ ഒരു ഡോക്യുമെന്ററി അത് അഭിനയിച്ച് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഡെങ്കി, ഇവാബെ, പെറ്റല്ലി അവർ 3 പേരും ഡയറക്റ്റ് ആയിട്ട് ഹൊക്കാഗെയുടെ അടുത്തേക്ക് വരികയാണ്. നറൂട്ടോ പറയും, ഞാനും പണ്ട് നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. എപ്പോഴും എല്ലാ മിഷനിലും എക്സാമിലും ഞാൻ ഫെയിൽ ആയിക്കൊണ്ടേയിരുന്നു. നറൂട്ടോ ഇവാബയുടെ കൈ പിടിച്ച് പറയും, നീയല്ലേ ഇവാബെ, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഒക്കെയാണ്. കുറവുകളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ മാറ്റിവെച്ച് നീ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമിൽ ജയിച്ചു. നിനക്ക് നല്ല കഴിവുണ്ട്. നിനക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഫ്യൂച്ചറും കഴിവും ഒക്കെ ഉണ്ട്. ഉടനെ നറൂട്ടോ ആണെങ്കിൽ ഒരു ഹെഡ് ബാൻഡ് എടുത്ത് ഇപ്പൊ ഇവാബയുടെ കയ്യിൽ കൊടുക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ബൊറൂട്ടോ ആൻഡ് ടീം അവരാണെങ്കിൽ ഇവാബെ ആൻഡ് ടീമിന്റെ ആ ഒരു ഡോക്യുമെന്ററി ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.